നമ്മൾ ആരെ കാണാൻ പോകുന്നു? ഐസ് വണ്ടി. ഐശേച്ചിനെ നമുക്ക് പോകുന്ന വഴി കാണാൻ പറ്റും. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഐശേച്ചിനെ കൂടെ കണ്ടിട്ട് പോയി. ഐശേച്ചിക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. ഐശേച്ചിനെ കാണാൻ നമ്മൾ 700 കിലോമീറ്റർ വന്നിരിക്കുന്നു. അതേപോലെ നമുക്ക് ആക്ച്വലി നേരത്തെ ബാംഗ്ലൂർ പോകായിരുന്നു. പക്ഷെ നമ്മള് വീണ്ടും ഒരു 7 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് വീണ്ടും ഇങ്ങോട്ട് വന്നു. 7 മണിക്കൂർക്ക് സിമ്പിൾ ആയിട്ട് പോകണം. അതിൻ്റെ അവിടെ ഒന്നും പോയിട്ട് ഐസ് വണ്ടിയുടെ സൗണ്ടിലേക്ക് ഐസ് വണ്ടി നമ്മളെ സർപ്രൈസ് ചെയ്തു. ഇത് ക്യാമറ തന്നെ. എന്നെ വീട്ടിൽ കൊണ്ടുപോകും. എന്തായാലും അവര് ഇനി എനിക്ക് ഇത് അടിച്ചു തരുമല്ലോ. How many videos? Almost when Mithun shown like this, Aisha they are cousins. They are. നമ്മൾ എല്ലാ വീഡിയോ കാണുമോ? Latest video what you watched? Yeah, go on. ഐശ്വര്യ വീഡിയോ കണ്ടാടുന്നില്ല നമ്മുടെ കന്നഡയിലേക്ക് വ്യൂവേഴ്സ് ഉണ്ട്. ಈ ತರ ಎಲ್ಲ ವಿಡಿಯೋಸ್ ಇವರೇ ಬರ್ತದೋ ಅರ್ಥ ಆಗುತ್ತೆ ಬಿಡು ಅವ್ರಿಗೆ ಬೇಡ. How can you understand our language? They just vibe matching. vibe matching vibe match if someone laughing they said any joke, that's a way. ആരെങ്കിലും ചിരിച്ചോറ് പഠിച്ചോ ചോക്കരുത്. എനിക്ക് മനസ്സിലാവാ എന്താ കോമഡിയാണ് അവൻ പറഞ്ഞത്. Chuttambi, who is your favorite one? This brother and this sister. Okay, what's my name? Another sister Name both of them. Annie Rose. Honey Rose. Editor. തണുപ്പുണ്ട് പക്ഷെ കുഴപ്പമില്ല. കന്നഡ ചെറുതായിട്ട് മനസ്സിലാവുന്നു പക്ഷെ മനസ്സിലാവില്ല. പക്ഷെ കൊള്ളാം, സ്നേഹമുള്ള ആൾക്കാർ. അതൊരു ഡോക്ടറാണടാ. അതൊരു ഡോക്ടറാണ്. അവരെല്ലാരും ഡോക്ടേഴ്സ്. ചേച്ചിയായിട്ട് ഫ്രണ്ട്സ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് അവർ ഭയങ്കര കണക്ഷൻ. പുള്ളിക്കാർ ഐശ്വര്യനേക്കാൾ വീഡിയോ കാണുന്ന ഉറപ്പായി. ഇത് മമ്മി. ആക്ച്വലി ഇവിടെ ഞാൻ ഇങ്ങനെ ചട്ടമ്പീസിന്റെ കസിനാണെന്നോ നമുക്കൊരു ചാനലുണ്ടെന്നോ ഞാൻ സത്യം ആരടുത്തും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. മലയാളീസിന്റെ അടുത്തായാലും ഒരു ദിവസമാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ അവിടെ 2 കർണാടക 2 പിള്ളേര് അവരാണെങ്കിൽ ഒരു ദിവസം വീഡിയോ കണ്ടിട്ട് നിന്റെ അശ്വിന്റെ ഡാൻസ് കണ്ടിട്ട് ചാനാ ഇതല്ലേ എന്റെ അടുത്ത് ഞാൻ പറയും കൊള്ളാം. എന്നിട്ട് അടുത്ത വീഡിയോ എടുത്തപ്പോ ഞാൻ അവരെ കൂടെ നിൽക്കും. അങ്ങനെ ഒരു ചെറിയ ചാനൽ 5 million സ്മോൾ ചാനലേ. അതിനുശേഷമാണ് അവര് നമ്മുടെ സബ്സ്ക്രൈബർ ആയത്. ഫസ്റ്റ് ടൈം ഒരു കന്നഡയിൽ ആൾക്കാർ നമ്മളെ വീഡിയോ കണ്ടിട്ട് പറയണം അവർക്കൊന്നും മനസ്സിലാവുന്നില്ല, സബ് ടൈറ്റിൽ ഇട്ടാണ് കാണുന്നതെന്ന്. സബ് ടൈറ്റിൽ എങ്ങനെ ചില സമയത്ത് സബ് ടൈറ്റിൽ മനസ്സിലാവൂല എന്നാലും ചിരിക്കും. ഞങ്ങൾ ചിരിക്കുന്ന കണ്ടിട്ട് ചിരിക്കുമെന്ന്. ഇവിടെ കറങ്ങാന് ഒന്നും സ്ഥലമില്ല. അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും. ഓ, ഞാൻ വന്ന വഴിയിൽ ഞാൻ നോക്കി, അയ്യോ ഇതുപോലത്തെ സ്ഥലത്ത് ഞാൻ വല്ലതും പോയി ഞാൻ എന്ത് ചെയ്യും? ശരിക്കും ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു, പിന്നെ ലെവലുള്ളോണ്ട് കുഴപ്പമില്ല. ശരിക്കും ഞാൻ മേടിച്ചു. അയ്യോ ഐശ്വര്യ ഇവിടെയാ നിക്കണ്. പക്ഷെ ഇത് സൂപ്പറാണ് രാത്രി അല്ലേ? ഈ വൈബ് സൂപ്പറാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ചുമ്മാ ഞങ്ങൾ എന്ന് രാത്രി കിടക്കും. ഇത് ഇത്രയും തന്നെ കൊള്ളാം. കുറച്ചുകൂടെ അപ്പുറത്ത് പോയാൽ ഞാൻ മേടിക്കും. സൂപ്പറായിരിക്കും. അവിടെ ഒരു പാർക്കുണ്ട്, സൂപ്പറാണ് ആ പാർക്ക്. ആ പാർക്ക് രാത്രി ഒരു ഊഞ്ഞാല് മാത്രം ആടുന്ന ഊഞ്ഞാൽ എപ്പോഴും ആടും. ഒരു ഊഞ്ഞാല് എപ്പോഴും ആടും. നമ്മൾ 700 കിലോമീറ്റർ വന്നത് വെറുത്തായി. മാഗി കഴിക്കാം. അവിടെ കഴിച്ചല്ല, ചോറ് സാമ്പാർ വരുന്നു. മാഗിയെങ്കിലും കഴിക്കാം. സാമ്പാർ കടലൊക്കെ. ഹലോ ഗൈസ് ഒക്കെ വീട്ടിൽ. ഹലോ ഗൈസ് ഇല്ല, അതിൽ എനിക്ക് കണ്ടാണില്ല. മലയുടെ മുകളിൽ കാതടയുന്നു. അവിടെ വിളിച്ചോണ്ട് നീ പോ. ഞാൻ ഇപ്പൊ തന്നെ ഇവിടെ പറഞ്ഞു. മാഗി എന്നെ ഓർമ്മിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇവനും എല്ലാം ഞാൻ എന്റെ പി ജിയിൽ പോകുമ്പോ ഇതൊക്കെ കൊണ്ടുപോകണം. ഇവിടെ ഒരുപാട് സാധനം ഉണ്ട്. പെട്ടെന്ന് മാഗി ഉണ്ടാക്കി. മുട്ട വിത്ത് മുട്ട ടീച്ചർ ഡ്രസ് പോയി ട്രെൻഡ് ചെയ്യാൻ ഇവിടെ ഡാൻസ് പൊറോട്ട അടിക്കാൻ
പാവാ ചേട്ടാ. ആ ചേട്ടനെ പാവപ്പെടുത്തു. ചോറ് വേണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ചേച്ചിയുടെ പി ജിയില് വേറെ ചേച്ചിമാരൊക്കെ ഉണ്ട്. അപ്പൊ ഈ ചേട്ടന്റെ പി ജിയിൽ വേറെ ആരും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ നമ്മളിത് യൂസ് ചെയ്യണം ബ്രോ. ആദ്യം നമ്മൾ എന്തിനാ കുക്കറി ഷോയെ വെള്ളത്തിന് കുറച്ച് മാഗി ഇരിക്കണ പോലെ ഉണ്ടാക്കിയത് മാഗി എക്സ്പ്രഷൻ ഇത് അവിടത്തെ അടുക്കളയിലെ സൗണ്ട് സൗണ്ട് ഇത്തിരി വെള്ളം കൂടി പോയത് ഇങ്ങനെ വെള്ളം കയറ്റി അടിച്ചത്. സ്പൂണില്ല. എനിക്ക് ഈ സ്പൂൺ ആര് കഴിക്കണേ? ഞാൻ കഴിക്കാം. രസമുണ്ടോ? മാഗി കറക്റ്റ് മാഗിയുടെ ടേസ്റ്റ്. പിന്നെ ഏതാ ടേസ്റ്റ് വരും? എല്ലാരും ഉമ്മന്നൊക്കെ വെക്കുന്നത്. മാഗിയിൽ ആരും ഉപ്പിടും. മുട്ട മാത്രം എടുത്ത് തിന്നണേ. നിങ്ങൾ ഇങ്ങനെ വന്നാൽ നിങ്ങൾക്ക് തിന്നാൻ പറ്റും. പണ്ട് പാരന്റ് സ്കൂളിൽ പോയ കഥ ഉണ്ടല്ലോ. ഞങ്ങൾക്കൊരു കിടപ്പാടം തന്നതിന് ഐശ്വര്യക്കും ഫ്രണ്ടിനും നന്ദി പറയുന്നു. ഉറങ്ങടി ഫോണോട് ഒന്നുമില്ല. ആരും ഒരു ഗേൾ ഫ്രണ്ട് സെറ്റ് ആയിട്ട് ഞാൻ ആരെങ്കിലും വിളിച്ചോണ്ടിരിക്കട്ടെ. കൊറേ ഉണ്ട്. അപ്പൊ നാളെ നമ്മൾ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങുന്നു. എപ്പോഴാ പോകുന്നത്? സൗദികൾക്ക് കുറവൊന്നുമില്ലല്ലോ. എന്തൊക്കെയായിരുന്നു ഇത്ര ദിവസം റിസോർട്ടിലെല്ലാം കിടന്ന് ഇന്ന് 13-14 മണിക്കൂർ നട്ടൽ ഇങ്ങനെയായിരുന്നു. ഇപ്പൊ ഇങ്ങനെ താഴോട്ട് കിടന്നപ്പോ ഒരു സുഖം. ലോങ് ഡ്രൈവ് ആയാലും ഇങ്ങനെ വേറെ അതെ, പാൽ കോഫി ആണോ ബ്ലാക്ക് കോഫി ആണോ? പിന്നെ എണീറ കുടി. അച്ഛാ എണീക്ക്. അവിടെയല്ലേ ഇവിടെ. ഇതെന്തൊരു മുടി പോവാ പോലെ എനിക്ക് പോണ്ടേ. ക്ഷീണം എല്ലാവർക്കും. പൈസ പാവം കഷ്ടപ്പെട്ട് ചായ എല്ലാം ഉണ്ടാക്കുന്നു രാവിലെ എഴുന്നേറ്റ്. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഇന്നലെ ഒരു ഡാൻസ് വീഡിയോ ഇട്ടേ. ഇത് ട്രെൻഡിങ് കണ്ട് കിടക്കണം. ഹൗ എങ്ങനെ അല്ല, ഇത് ചുമ്മാ എടുത്ത വീഡിയോ ട്രെൻഡിങ്ങിൽ കഷ്ടപ്പെട്ടിട്ടാ ട്രെൻഡിങ് വരും. ഇതെന്തോ നമ്മൾ ഇപ്പൊ തന്നെ ഇറങ്ങണം ഗൈസ്, അല്ലെങ്കിൽ നമുക്ക് നേരത്തെ എത്താൻ പറ്റൂല. ഞങ്ങൾക്ക് ഇന്ന് ഡ്യൂട്ടി ഉണ്ട് ഗൈസ്. ബൈ. എനിവേ താങ്ക് യു. ഞങ്ങളുടെ സ്ഥലം ഇഷ്ടപ്പെട്ടില്ലെന്ന് അറിയാം, എന്നാലും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ല. തണുപ്പുണ്ട്, അതുകൊണ്ട് കൊള്ളാം. തണുപ്പുണ്ട്. പക്ഷെ അത് ഞങ്ങൾക്ക് പറ്റില്ല. നല്ല സ്വാദിഷ്ടമായ മാഗി ഉണ്ടാക്കി തന്നതിൽ നന്ദി. ഇത് കറിയല്ലേ? ക്രെഡിറ്റ് ആയിട്ട് ഞാൻ കളിയാക്കി പറഞ്ഞത്. എനിക്കറിയാം. ഉണ്ടാക്കി തന്നത് മാഗി. അതില് വാവ് നീ അവൻ്റെ അടുത്ത് ചോദിച്ചോക്ക്, ഡിജന്റെ അടുത്ത്. അവനല്ലേ ഉണ്ടാക്കി. കിച്ചണിൽ നിന്നോട്ട് ഇതുപോലെ തക്കാളി എന്തോ അരിഞ്ഞ് തിന്നവൻ. മാഗിയിലുള്ളതിനേക്കാൾ എക്സ്ട്രാ തക്കാളി ഉള്ളി മുട്ട ആഡ് ചെയ്തു. ചിക്കൻ മസാല ഉണ്ടായിരുന്നു. മസാലയുടെ അപ്പൊ എന്റെ ഫോണായിട്ട് വേറെ അമ്പില് നിക്കുക എല്ലാരും. മറന്നേ വീട്ടിൽ. ഞാൻ വരട്ടാ. ചേട്ടാ ഒന്ന് പറയാം അവരുടെ അടുത്ത്. ഞാൻ വരട്ടെ. ഇറങ്ങി പോവാ. നമുക്കിനി കാണാം. ബൈ. ഞാൻ പേടിച്ചായി ഫസ്റ്റ് കണ്ടപ്പോ. ഞാൻ ഇങ്ങനെ ഇരുന്ന് കുറച്ചെഴുതി നോക്കിയോ. പിന്നെ എന്തിനാ മൂടി പറിച്ചിരിക്കുന്നത്? ചെറുതായിട്ട്. അപ്പൊ നമ്മള് ബാംഗ്ലൂരിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 30 പ്രാവശ്യം അവിടെ ബാംഗ്ലൂർ വീണ്ടും വന്നിട്ട് ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ പോണ് നമ്മള്. അമ്മ എനിക്ക് കണ്ണിന്നൊക്കെ വെള്ളം പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് കണ്ണുന്ന രക്തമല്ലേ പറഞ്ഞു. തണുക്കണോണ്ട് എനിക്ക് ജാക്കറ്റ് ആയിട്ട് 2 ഡ്രസ് ഞാൻ കൊണ്ടുവന്നു. ഓ എനിക്കറിയാം എവിടെയെങ്കിലും ഒക്കെ തണുക്കുമെന്ന്.
ബാംഗ്ലൂരിലെത്തി. ഞങ്ങൾ ബാംഗ്ലൂരിലെത്തിയിട്ട് ഫ്രഷ് ആയി റെഡി ആയിട്ട് നമ്മൾ മുംബൈയിലൊരു സ്ഥലത്ത് പോയെന്നറിയില്ല, അതേ സെയിം സ്ഥലം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെയും കൂടെ ഒന്ന് പോകാനുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. മോളിപ്പോൾ ഉറങ്ങുവാണ്. മോൾ എഴുന്നേക്കുമ്പോൾ ഇനി സ്നാക്സ് കൊടുക്കണം. മോളെതിരെ വീണ്ടും കിടന്നുറങ്ങും. ഇതാണ് ആനിയുടെ ലോങ് ട്രിപ്പ്. പോണ വഴി കടമൊന്നുമില്ല. 140 കിലോമീറ്റർ കഴിഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റ് വരും. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഖത്തം. പച്ച റൈസ്, പക്ഷേ എനിക്കിഷ്ടമില്ല. നമ്മൾ ബാംഗ്ലൂരിന് സേലം പറഞ്ഞ റോഡിൽ ഒരു കട ഉണ്ട്. അവിടെ നമുക്ക് ചോറ് കിട്ടി ഗൈസ്. ചോറ് മഴയത്ത് നല്ല ചോറ് കഴിക്കാൻ തോന്നുന്നു. ഇതുവരെ ദിവസം നമുക്ക് ഒരു ദിവസം മാത്രമേ ചോറ് കിട്ടിയുള്ളൂ, അത് മുംബൈയിൽ വെച്ച്. അതിന് ആ ചോറിന് എന്ത് ടേസ്റ്റ് ആണെന്ന് അറിയാമോ? പിന്നെ നമുക്ക് ചോറ് സാമ്പാർ. ചോറ് കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ 3 പേർക്കുള്ള ചോറ് ചോറ് കഴിച്ച് ഫുൾ ക്ഷീണവും മാറ്റുന്നതായിരിക്കും. സ്കൂളിൽ 7ാം ക്ലാസ് സ്കൂളിൽ നിന്ന് ചോറ് തരത്തില്ലേ? പണ്ട് സ്കൂളും ചോറിന് കിട്ടുന്ന ടേസ്റ്റ് ആണ് കഴിച്ചത്. ഞാൻ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവന്നിട്ട് അത് ഫ്രണ്ട്സിന് ആർക്കെങ്കിലും കൊടുത്തിട്ട് സ്കൂളിൽ നിന്ന് ചോറ് വാങ്ങി കഴിച്ചിട്ടുണ്ട്. അതിന്റെ സെയിം ടേസ്റ്റ് ആണ് ഇവിടെ. കഴിക്കണോ ടേസ്റ്റ് പറഞ്ഞ അഭിന്നം അല്ല, ഞാൻ ടേസ്റ്റ് ചോറ് ആദ്യം കഴിച്ചു നോക്കി. മറ്റാരില്ല റേഷൻ. ഓ സെയിം ടേസ്റ്റ് അല്ലേ? ഗൈസ്, മഴ പെയ്യണുണ്ടാണ് ഇവിടെ. ഞങ്ങൾ തമിഴ്നാട് എത്തി. അങ്ങനെ നമ്മുടെ മഴ കാരണം നമ്മുടെ വണ്ടി ഇതുപോലെ വെള്ളം കൊണ്ട് എത്ര ദിവസമായി? 6-7 ദിവസമായി വെള്ളം കൊള്ളാതെ. അങ്ങനെ ഗൈസ് നമ്മൾ മധുര എത്തി. മധുര നിന്ന് ഇനി വീട്ടിൽ 200 കിലോമീറ്റർ ഉള്ളൂ. അതാണ് നമ്മുടെ സന്തോഷം. വിശക്കുന്നില്ല. രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ. പട്ടണി കിടക്കുന്നു. രാവിലെ നല്ല ബിരിയാണി കൊടുത്ത് കുറച്ച് 2 ചിക്കൻ കഴിച്ചിട്ട് നിർത്തി കളഞ്ഞു. ഉച്ചക്ക് ചോറ് കഴിക്കാൻ വേണ്ടി വിളിച്ച്, ഉറക്കം വന്നില്ല. എനിക്ക് ബോധമില്ല. രാവിലെ ഒന്നും കഴിച്ചില്ല ഞാൻ. അതുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും ഉള്ള 3 പ്ലേറ്റ് ചോറ് ഞാൻ കഴിച്ചു. ഞാൻ 2 പൊറോട്ട കഴിച്ചു. നിങ്ങൾ തിന്നില്ല, സന്തോഷം. ഇവിടെ വന്നിട്ട് കഴിച്ചാ മതി. അത് എനിക്ക് പോവില്ല. ഹായ് ഗൈസ്, ഞങ്ങൾ അങ്ങനെ മധുര എത്തി. മീനാക്ഷി ടെമ്പിളിൽ പോയി ഒന്ന് തൊഴുതിട്ട് വരാം. KFC കഴിക്കാൻ വേണ്ടി ഹൈവേന്ന് നേരെ സിറ്റിയിലോട്ട് കയറി. KFCനോട് ഉയർറാ. നമ്മൾ എത്ര പ്രാവശ്യം KFC കയറില്ലേ? വേറെ വഴിയില്ലാത്തോണ്ടാണ്. അല്ലാതെ വേറെ ഫുഡ് കഴിക്കാൻ സ്പോട്ടൊക്കെ അറിയായിരുന്നെങ്കിൽ വലിയ സീനില്ല. നല്ല ടേസ്റ്റ്. വിശന്നിരിക്കുന്നുണ്ട്. നാട്ടിലെത്തി, വീട്ടിലെത്തി. ഉറക്കത്തിലാണ് ഞാൻ ആടുന്നത്, അല്ല വേറെ ഒന്നുമില്ല. നമ്മുടെ ട്രിപ്പ് തീർന്നു. ട്രിപ്പായിരുന്നു. ഒന്നും പറ്റാതെ വീട്ടിലെത്തി. അത് തന്നെ ഒരു വലിയ സന്തോഷം. നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്. ഇങ്ങനെയെങ്കിൽ വീട്ടിലെത്തണം, അതായിരുന്നു നമ്മുടെ ലക്ഷ്യം. എന്ത് ചെയ്യാൻ പറ്റുമോ? രാവിലെ എണീറ്റിട്ട് വീണ്ടും എന്തൊക്കെ ചെയ്യുമ്പോൾ അത് തന്നെ ചെയ്തോണ്ടിരിക്കണം. ശരിക്കും പറഞ്ഞ ഒരു സുഖം ഉണ്ടായിരുന്നു. നമ്മൾ സേഫായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. നല്ല സേഫായിട്ട് എത്തിയിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് സേഫായിട്ട് എത്തിയിട്ടുണ്ട്. പോയപ്പോ ഇത്ര ടയേർഡ് ഇല്ലായിരുന്നു. വരാൻ സമയത്ത് ബാംഗ്ലൂരിൽ നിന്ന് വീട്ടിൽ വരാണ്ടി നല്ല ടയേർഡായി. അത് വീട്ടിൽ വരാൻ പോവല്ലേ, അപ്പൊ അതിന്റെ ഒരു ക്ഷീണം. ലാസ്റ്റ് ഒരു 30 കിലോമീറ്റർ ഉണ്ടായിരുന്നു. എടുക്കാൻ വയ്യ. 10 കിലോമീറ്റർ വെച്ച് എടുത്തിട്ടും ടയേർഡായി. എല്ലാം എടുത്തിട്ടൊക്കെ പോയി. നമ്മള് ഫസ്റ്റ് ടൈം അല്ലേ ഇങ്ങനെ റോഡ് ട്രിപ്പ് ഒക്കെ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇത്ര ലോങ് പോയത്. എല്ലാരും ഇങ്ങനെയൊക്കെ പോകണം ഇടയ്ക്കിടയ്ക്ക്. അനിയത്തിമാരുണ്ടെങ്കിൽ അവരെയും കൂടെ കൊണ്ടുപോകണം, അവർക്കൊരു സന്തോഷമാവട്ടെ. നടുവൊക്കെ പോയി ഗൈസ്. വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങണം. പിന്നെ ഗൈസ്, ഇതിന്റെ ബാക്കി വീഡിയോ രാവിലെ നമുക്ക് നല്ല ഫുഡ് അമ്മ റെഡിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. രാവിലെ നല്ല ഫുഡ് കഴിക്കണം, കിടന്ന് ഉറങ്ങണം, വണ്ടി കഴുകണം, സർവീസിന് കൊടുക്കണം. അതൊക്കെ നിങ്ങളാരെങ്കിലും ചെയ്താൽ മതി. എനിക്ക് ഉറങ്ങണം. അടുത്ത ഒരു വാക്കിന് ട്രിപ്പ് പോകാമെന്ന് ചോദിച്ചപ്പോ പോവാമെന്ന് പറഞ്ഞു. നോർമലി എല്ലാം പ്ലാൻ ചെയ്തൊക്കെ പോകും. ഒരു പ്ലാനിങ് ഇല്ലാതെ ഒരു ട്രിപ്പ്. ഒരാഴ്ച ഞാൻ ഇപ്പഴാണ് ആലോചിച്ചത്. ഞാൻ 4 ദിവസം ഒരാഴ്ച ഒന്നും ആലോചിക്കാതെ 4000 കിലോമീറ്റർ ഓടി വെച്ചാ നമ്മള്. 4000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1 വേ. ഇവിടെ നിന്ന് കാശ്മീർ 3300 ഉള്ളൂ. നമ്മള് 4000 ഓടി 2 വേ. അത് EV-യില്. പിന്നെ പക്ഷെ നമുക്കിനി റോഡ് ട്രിപ്പ് ഒന്നും വേണ്ട. നമുക്കിനി അല്ലാതെ ഫ്ലൈറ്റ്. ഇനി റോഡ് ട്രിപ്പ് വേണം. നീ ഇല്ല. നീയേ ഇല്ല. അവരെല്ലാരും വന്നിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. എല്ലാരും റോഡ് ട്രിപ്പ് നടക്കത്തില്ല. റോഡ് ട്രിപ്പ് വേണ്ട അച്ഛൻ, നടുവൊക്കെ വേദനയാണ്. ഈ റോഡ് ട്രിപ്പ് നമ്മൾ ഇത്രയും സേഫ് ആയിട്ട് പോയത് ഇവള് കാരണമാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോ വേറെ സേഫായിട്ട് പോയ അമ്മയുടെ ഒക്കെ പ്രാർത്ഥന ബലിച്ച്. നമ്മൾ പോണ സമയം ദിവസം എല്ലാം ഇവിടെ ഭയങ്കര പ്രാർത്ഥനയായിരുന്നു വീട്ടിലെല്ലാരും. ഇവർക്ക് ഭയങ്കര പേടിയാണ്.
പുള്ളി ചുമ്മാ പ്രാർത്ഥിച്ചോണ്ടിരിക്കും. തുറക്കൂ മാഡം. ഓ നീ എന്നെ നോക്കാം, എങ്ങനെ നോക്കാം. അമ്മ ഇപ്പൊ എണീറ്റ് ഓടി വരുമോ എന്തോ. അമ്മ ഓടി എന്നോന്ന് നമുക്ക് നോക്കാം. രാവിലെ ആയായി എല്ലാരും പള്ളിയിൽ പോകാൻ. രാവിലെ ആണ്ട് ആനി അലാം മേടിച്ചു വീട്ടില്. ഞാൻ പറഞ്ഞു അമ്മയടുത്ത്, അമ്മ വന്നിട്ട് ഞാൻ കൊട്ടുമെന്ന്. ചോറുണ്ട് വീട്ടില്, വിളിച്ച് പറഞ്ഞ എല്ലാം സെറ്റ് ആക്കി. ചോറ് കഴിക്കുമ്പോ രാവിലെ തന്നെ കഞ്ഞിയും നല്ല ചമ്മന്തിയും പൊരിച്ച മീനും പൊള്ളിച്ച മീനും പൊള്ളിക്കുന്നു. എന്താണ് ഗൈസ്, രാവിലെ എഴുന്നേക്കേണ്ട വൈകുന്നേരമാണ് എഴുന്നേക്കുന്നത്. ഞാൻ കറക്റ്റ് ആയിട്ട് രാവിലെ എഴുന്നേറ്റ് നല്ല കഞ്ഞിയും പൊരിച്ച മീനും നിങ്ങൾക്ക് കിട്ടാത്ത ചുട്ട മീനും കഴിച്ച്. ചുട്ട മീനുണ്ടായിരുന്നു, ചുട്ട മീനൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ എഴുന്നേക്കണമായിരുന്നു അതിന്. നിനക്ക് എന്തോന്നാണ്, നിനക്ക് എന്തോന്ന് വേണമെന്ന് പറ. നമ്മള് പുതിയ കാർ നീ എടുത്തോ. ഓക്കെ വാങ്ങിച്ചു തരാമേ. ഒരു പൊടി കഷ്ണം മീനെടുത്ത് കുറച്ച്